നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് 7 ജാതി കരങ്ങളെ പറ്റി സാർ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് ചൂണ്ടുവിരലിനെ പറ്റിയുള്ള ക്ലാസ്സാണ് സാർ എടുത്തത്. അപ്പം ഇനി അടുത്തതായിട്ട് ഇന്ന് സാറ് ഏത് വിരലിനെ പറ്റിയാണ് പറയുന്നതെന്ന് സാറിനോട് ചോദിക്കാം. അതിനു മുമ്പായിട്ട് ഒരു കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരു ചെറിയ സംശയം. അതിനകത്ത് കൈയുടെ നഖത്തിൽ ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ ഒന്നുകിൽ കൂട്ടുകെട്ട് പെട്ടതോ അല്ലെങ്കിൽ ചീത്തയായ രീതിയിലോ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ചില ലേഡീസിൻ്റെ തന്നെ ഉള്ള ഒരു സംശയമായിട്ടാണ് നമ്മൾക്ക് കോൾ ചെയ്ത് ചോദിച്ചിരിക്കുന്നതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു വേണ്ടാത്ത ചീത്ത രീതിയിലുള്ള കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ചീത്തയായിട്ട് നടക്കുന്ന ഒരു പുരുഷനെ എങ്ങനെ തിരിച്ചറിയാമെന്നപ്പോൾ നമുക്ക് സാറിനോട് ചോദിക്കാം. ആദ്യമേ അതിൻ്റെ മറുപടി തന്നതിന് ശേഷം ഇന്നത്തെ ഏത് വിരലിനെ പറ്റിയാണോ പറയുന്നത് അതിനെപ്പറ്റിയും കേൾക്കാം. ഈ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് നഖത്തിൽ കറുത്ത പുള്ളി, അത് ചൂണ്ടുവിരലിൻ്റെ നഖത്തിൽ കറുത്ത പുള്ളി വന്നാൽ അവർ ദുർസ്വഭാവം ഉണ്ടാവാനും അല്ലെങ്കിൽ ദുർചിന്തകൾ ഉണ്ടാവാനും അതുപോലെ സ്വഭാവ ദൂഷ്യമുള്ളവരുമായിട്ട് സഹകരണം ഉണ്ടാവാനും ഒക്കെ ഇടവരികയും അങ്ങനെ ദുർനടത്തക്കാരായി മാറാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു മുന്നറിയിപ്പ് തരുന്നതാണ് ദൈവം എന്ന് വെച്ചിട്ട് നമുക്ക് മാത്രമേ നമ്മൾ ആ ദോഷത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു അതിനെ ഇങ്ങനെ ഒരു കറുത്ത മോള് വന്നു, അതുകൊണ്ട് നമുക്കതിനെ പെട്ടെന്ന് ക്യൂടെക്സൊക്കെ ഇട്ട് അതിനെ മറച്ച് കളയാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അതൊക്കെ ചെയ്യാം. പക്ഷേ അത് അവരെ സംബന്ധിച്ചോളം വരുമെങ്കിൽ, പുരുഷനെ സംബന്ധിച്ചോളം അത് ആ വിരലിൽ കറുത്ത പുള്ളി വന്നാൽ പുരുഷന് ധനനാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുരുഷന് സ്വഭാവ ദൂഷ്യവും മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത് വരുന്ന സമയത്ത് പറയും. അപ്പം പുരുഷനെ ഒഴിവാക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞ് സ്ത്രീയെ അതിൽ അതുകൊണ്ട് പുരുഷനെ ഒഴിവാക്കി പോയതല്ല. പുരുഷനെ ഒഴിവാക്കാനും പറ്റില്ല. കാരണം പുരുഷന് ഇതുപോലെ ക്യൂടെക്സ് കിട്ടിയത് മറക്കാനൊന്നും പറ്റത്തില്ല. കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ തന്നെ കാണും. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്, കുറേയൊക്കെ മാറ്റിയൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ പുരുഷന് അടുത്ത വിരൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രയാസവും തീരും. അപ്പോൾ നമുക്ക് പുരുഷൻ്റെ കയ്യിൽ അതുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമം തീരും. അങ്ങനെ ഓരോ വിരലായിട്ട് പറഞ്ഞു വരുന്നത് കൊണ്ട് അങ്ങനെ വന്നതെന്ന് മാത്രം. അതുകൊണ്ട് അതിലൊരു ടെൻഷൻ വേണ്ട. നമുക്കങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെ ഒരു സിംറ്റംസ് വന്നാൽ നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. നമുക്കിന്ന് നടുവിരലിനെ കുറിച്ച് നോക്കാം. നടുവിരൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നീളമേറിയ വിരലാണ് നടുവിരൽ. സാധാരണ കൈകളെല്ലാം നോക്കുമ്പോൾ 99% കൂടുതൽ ആളുകൾ, 99.9% ആളുകളിലും നടുവിരൽ നീളമേറി തന്നെ ഇരിക്കും മറ്റ് വിരലുകളെ അപേക്ഷിച്ച്. പക്ഷേ 0.1% പേരിൽ ചെറുതായി പോകും. അതാണ് നേരത്തെ അത് പറയാൻ കാരണമായി ഭവിച്ചത്. അപ്പോൾ നീളമേറി അഴകേറിയ നടുവിരൽ ആജ്ഞാശക്തിയുള്ളവരുടെയും നല്ല സ്വഭാവത്തോടു കൂടിയവരുടെയും ലക്ഷണം തന്നെയാണ്. കഠിനാധ്വാനികളുടെ ലക്ഷണമാണ്. നല്ല അധ്വാനിക്കുന്നവരാണവർ. പക്ഷേ നടുവിരൽ ചില കൈകളിലാവിട്ട് നീളം കുറഞ്ഞു പോകും. അതായത് മറ്റ് അപ്പുറത്തും ഇപ്പുറത്തുള്ള വിരലുകൾക്ക് സമമായി പോകും. അങ്ങനെ വരുന്നവർ ജീവിത വിജയം വരിക്കുന്നവരല്ല. ജീവിതത്തിൽ അവർ പരാജിതരാകും. കാരണം അവർക്ക് ഒന്നും തന്നെ അവർ കൃത്യനിഷ്ഠയായി കൊണ്ടുപോകാതെ വരും. പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പെട്ട് അവർ നശിക്കും. അവർ ദുർസ്വഭാവങ്ങളുണ്ടാവും. പക്ഷെ അവിടെ വീണ്ടും ഒരു പ്രശ്നം കൂടി വന്നാൽ അത് വരുന്നതിനൊപ്പം തന്നെ നടുവിരലിൻ്റെ നഖത്തിൽ പുരുഷന് കറുത്ത അടയാളം വന്നാൽ അവൻ ദുർനടത്തക്കാരനെന്ന് മാത്രമല്ല ദുർസ്വഭാവമുള്ളവനായിത്തീരും. ദുർനടത്ത വേറെ, ദുർസ്വഭാവങ്ങൾ വേറെ. ദുർസ്വഭാവം എന്ന് പറഞ്ഞാൽ മോഷണം, പിടിച്ചുപറി, മദ്യപാനം,
അതുപോലെ മറ്റ് ലഹരി മരുന്നുകളുടെ ഉപയോഗം, ഇങ്ങനെ സമൂഹത്തിന് എന്തൊക്കെ ദോഷങ്ങൾ ചെയ്യാമോ എല്ലാം ചെയ്യുന്നവനായി തീരുമെന്നാണ്. സ്ത്രീക്ക് അതിൽ വന്നാൽ ചെറിയ ഒരു കാര്യമേ ഉള്ളൂ. ശരിക്കും ചൂണ്ടുവിരലിൽ നഖത്തിൽ കറുത്ത പുള്ളി വന്നാൽ അവർക്ക് ചില ചീത്ത പേര് കേൾക്കും, ചില നടത്താം, ചില ആവശ്യമില്ലാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. പുരുഷൻ അങ്ങനെയല്ല. അവസാനം എന്തു ചെയ്യും? അവൻ ജയിൽവാസം അനുഭവിക്കുമെന്നാണ്. നടുവിരൽ നഖത്തിൽ കറുത്ത പുള്ളി വന്നാൽ അവന് ജയിൽവാസം വരെ കിട്ടാനിടവരും. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറാണ് പുരുഷൻ്റെ കയ്യിൽ നടുവിരലിൽ നഖത്തിൽ കറുത്ത പുള്ളി വരണത്. വെളുത്ത പുള്ളി വന്നാൽ നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടാവാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അത് കടബാധ്യതയാവട്ടെ, കേസ് വഴക്കുകളാവട്ടെ, മറ്റ് പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് ഈ വിരലുകളുടെ സന്ധികളാണ്. ഞാൻ നേരത്തെ തന്നെ പറയേണ്ടായി 3 സന്ധികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് പ്രഥമ സന്ധി, ദ്വിതീയ സന്ധി, തൃതീയ സന്ധി. അപ്പോൾ 3 സന്ധികളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1, 2, 3 ആയിട്ട്. അപ്പോൾ ഇതിൽ 3 സന്ധികളും തുല്യ അകലത്തിലിരിക്കുന്ന ഒരാൾ അവർ ജീവിത വിജയം ഉണ്ടാവും. ചില സന്ധികൾ, ആദ്യത്തെ സന്ധി വളരെ സ്ട്രോങ് ആയിരുന്നു, നല്ല നീളമേറിയ സന്ധിയായിരുന്നു. അപ്പോൾ അവർക്ക് ആരംഭ കാലഘട്ടം, അതായത് ചെറുപ്രായം, അവർക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു. ഇല്ല, രണ്ടാമത്തെ സന്ധിയാണ് നല്ല നീളമേറി കാണുന്നതെങ്കിൽ അവർക്ക് മധ്യസമയം, അവർക്ക് വളരെ പ്രോഗ്രസ് ഉണ്ടാവും. മൂന്നാമത്തെ സന്ധി ആണ് വളരെ നീളമേറുകയും മറ്റ് 2 സന്ധികൾ മോശമായി കാണുകയും ചെയ്താൽ അവർക്ക് വയസ്സുകാലം വളരെ സൗഖ്യപ്രദമായിരിക്കും. അല്ലാത്ത സമയത്ത് കിടന്ന് കഷ്ടപ്പെട്ടാലും വയസ്സുകാലം വളരെ സൗഖ്യപ്രദമായിരിക്കും. പക്ഷേ മൂന്നാമത്തെ സന്ധി തീരെ ചെറുതായി പോയാലോ, അതുവരെ അവർ കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവരുമെങ്കിലും ഓൾഡ് ഏജിൽ ആരും നോക്കാതെ, വേണ്ടപ്പെട്ടവർ അവരെ അത്രയും ശ്രദ്ധിക്കപ്പെടാതെ അവർ പലതരത്തിൽ രോഗായുധുരിതങ്ങളാലും പലതരത്തിൽ കഷ്ടപ്പെടും എന്ന് സൂചിപ്പിക്കുന്നതാണ് മറ്റ് മൂന്നാമത്തെ സന്ധി ഏറ്റവും ചെറുതായി പോണേ. അപ്പോൾ സന്ധികൾ മൊത്തത്തിൽ എടുക്കുമ്പം തുല്യ അകലത്തിൽ വരത്തില്ല. എല്ലാ സന്ധികളും ഓരോന്ന് ആദ്യത്തിനേക്കാൾ അല്പം കൂടി വലുതായിരിക്കും. തീരെ ചെറുതായി പോകും ലാസ്റ്റ് സന്ധിയെങ്കിൽ അവർ വയസ്സുകാലത്ത് കഷ്ടപ്പാട് അനുഭവിക്കാനിട വരും. അതുപോലെ തന്നെ ഈ ശനി മണ്ഡലത്തിൽ നിന്നാണ് നടുവിരൽ സ്റ്റാർട്ട് ചെയ്യണേ. നടുവിരൽ ആരംഭിക്കുന്നത് ശനി മണ്ഡലത്തിൽ നിന്നാണ്. ശനി മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന സന്ധി തൊട്ട്, ശനി മണ്ഡലം തൊട്ട് മൂന്നാമത്തെ സന്ധി വരെ നെടുകെ ലൈൻ കിടക്കും കയ്യിൽ. അതിനെ ബാധ്യതാരേഖ എന്ന് പറയും. ബാധ്യതാരേഖയ്ക്കുള്ള പ്രത്യേകത എന്താണ്? അവരൊരിക്കലും ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടില്ല. അത് സാമ്പത്തിക ബാധ്യതയാവാം, കടം കയറിയിട്ട് കടത്തിൽ നിന്ന് എത്ര കൊടുത്താലും കടത്തിൽ നിന്ന് മുക്തി ഉണ്ടാവത്തില്ല. അല്ലാതെ ബാധ്യത ഉണ്ടാവാം. നമുക്ക് പലതരത്തിലുള്ള നമ്മൾ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർക്കാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് ഈ രേഖ മേലറ്റം വരെ കിടക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട വിരലാണ് നടുവിരലെന്നറിയുക. കാരണം സ്ത്രീക്കാണ് നടുവിരലിൽ കറുത്ത പുള്ളി വന്നാൽ സാമ്പത്തിക നഷ്ടവും കഷ്ടപ്പാടും മനപ്രയാസവും ഒക്കെ മാത്രമേ വരുള്ളൂ. പുരുഷനാണെങ്കിൽ അത് ജയിൽവാസം വരെ അനുഭവിക്കാനിട വരും. കാരാഗ്രഹവാസം ഫലം എന്ന് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് നടുവിരലിനെ കുറിച്ച്. അപ്പോൾ നടുവിരലാണ് ഏറ്റവും പേടിക്കേണ്ടത്. അപ്പോൾ നടുവിരലിന് എന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് സ്പോട്ട് മണ്ഡലങ്ങളിലോ വിരലിലോ നഖത്തിലോ വന്നാലും അതിനെ നിസാര ഭാവത്തിൽ കാണരുത്. സാർ, ഇപ്പം നമുക്ക് കുറേ ആയിട്ട് ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത്, ഇന്നിപ്പം പറഞ്ഞു തന്നിരിക്കുന്നത് മിഡിൽ ഫിംഗറിനെ പറ്റിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈ സ്വന്തമായിട്ട് പരിശോധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൈ നേരിട്ട് സാറിനെ കാണിച്ച് ക്ലിയർ ചെയ്യാനെ കൊണ്ടുള്ള കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നേരിട്ട് കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് സാറിൻ്റെ ഓഫീസ്. അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. അതേപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഇതിൽ നമ്പർ കാണിക്കുന്നുണ്ട്. സാറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. സാർ കോൾ അറ്റൻഡ് ചെയ്യില്ല, പക്ഷേ വാട്സപ്പ് എല്ലാം സാർ തന്നെയാണ് നോക്കുന്നത്. ഈ വാട്സപ്പ് നമ്പറിലേക്ക് 9895667700 ഈ നമ്പറിലേക്ക്
ഒരു ഹായ് മെസ്സേജ് വാട്സപ്പിലിടുക. കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ സാറ് അയച്ചു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സാറിന് ഇവിടെ നാട്ടിലും ഓൺലൈനും കൺസൾട്ടേഷൻ ഉള്ളതുപോലെ തന്നെ ദുബായിൽ കരാമയിൽ സാറിൻ്റെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അതല്ല നിങ്ങളും അവിടെ തന്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൺസൾട്ടേഷൻ അവിടെയും ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ 2 നമ്പറിൽ ഏതിലേലും കോൺടാക്ട് ചെയ്താലും നമ്മൾ അവിടുത്തെ നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ നടുവിരലിനെ പറ്റിയാണ് സാർ പറഞ്ഞു തന്നത്, പഠിക്കാനൊക്കെ വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് 7 ജാതി കരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ ചൂണ്ടുവിരലിനെ പറ്റി പറഞ്ഞു, ഇന്നിപ്പം നമ്മൾ നടുവിരലിനെ പറ്റി പറഞ്ഞു. ഇത് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നമുക്കറിയാവുന്നവരിലേക്ക് നമ്മുടെ അറിവിനെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ പഠിച്ചതിന് ശേഷം അടുത്തുള്ളവരോട് പഠിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.